ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 54ഉം 18ാം പദം 102ഉം ആയാൽ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റാർ കൊടുത്തേരെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 54 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ 10ാം പദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T10. ഇതാണ് 10ാം പദം. ഈ 10ാം പദം 54 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 54. ഓക്കെ. 18ാം പദം 102 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 18ാം പദം എന്ന് പറഞ്ഞാൽ T18. ഇതാണ് 18ാം പദം. ഈ 18ാം പദം 102 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10ാം പദം 54 ആണ്, 18ാം പദം 102 ആണ്. എന്നിട്ട് ചോദിക്കുവാണ് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര എന്ന്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര എന്ന്. അപ്പൊ എന്താ ഈ ടൈപ്പിന്റെ പ്രത്യേകത? ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തരും. ഏതെങ്കിലും രണ്ട് പദങ്ങൾ. ഇവിടെ 10ാം പദവും 18ാം പദവും തന്നതുപോലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് പഠിക്കാം. അതിന് ഷോർട്ട് കട്ട് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് അതിന്റെ നോർമൽ ലോജിക്ക് മനസ്സിലാക്കി തരാം. ഷോർട്ട് കട്ട് ഇത്രയുള്ളൂ മക്കളെ. പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് പദങ്ങളുടെ വ്യത്യാസം എടുക്കുക. പദങ്ങൾ 102 54. പദങ്ങളുടെ വ്യത്യാസം 48 ആണ്. ഈ പദങ്ങളുടെ വ്യത്യാസത്തെ നിങ്ങൾ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്ഥാനങ്ങളുടെ വ്യത്യാസം 10ഉം 18ഉം നമ്മൾ വ്യത്യാസം 8 ആണ്. അപ്പൊ 48/8. സോ നമ്മുടെ ആൻസർ 6 എന്ന് കിട്ടും. ആൻസർ 6 ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്.